മലയാളികളായ കവികൾ പോലും തമിഴിൽ കാവ്യം എഴുതിയിരുന്നു. നമ്മളിപ്പോൾ പറയുന്ന കേരളം, അതിൽ ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശമാണ് പിൽക്കാലത്ത് കേരളമായി മാറുന്നത്. പുഷ്ടഭാഷ എന്ന് പറഞ്ഞാൽ ആ സംഘം കൃതികളാണ് ഏറ്റവും പ്രാചീനമായ സാഹിത്യം. കുടിയേറ്റം മലയാളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, പ്രാബല്യവും ദൗർബല്യവും ഉണ്ടായ ഭാഷയാണ്. ഓൾറെഡി തമിഴും സംസ്കൃതവും ചേർന്നിട്ടുള്ളൊരു കലർച്ച ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇംഗ്ലീഷൂടെ വരികയാണ്. ഇംഗ്ലീഷ് ഭാഷ കരുത്തുറ്റതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ അവളെ ബ്ലോക്കി, കോവിഡ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ക്വാറന്റൈൻ, പരൽപ്പേർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പരൽപ്പേർ എന്ന് പറഞ്ഞാൽ സംഖ്യാശാസ്ത്രമാണ്. ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ്. ഇനി ഉഷ്ണരാജ്യം എടുത്തോ, അറേബ്യൻ നാടുകൾ എടുത്തോ, അവർക്ക് ഉറക്കെ സംസാരിക്കണം. അപ്പോൾ ഞാൻ ഗൂഗിൾ ഇട്ട് കഴിഞ്ഞപ്പം വാഴക്കുളം എന്നുള്ളത് വസാകുളം എന്നാണ് അവർ പറയുന്നത്. അനസ്തീഷ്യോളജിസ്റ്റ് എന്നൊരു വാക്ക് ഒരു തരത്തിലും ഒരു ഗ്രാമീണൻ്റെ നാവിൽ വഴങ്ങില്ല. ഇന്ന് മയക്ക് ഡോക്ടർ ഇല്ല, അപ്പം അതുകൊണ്ട് ഓപ്പറേഷൻ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. അല്ലേ, മയക്ക് ഡോക്ടർ അല്ല, ഒന്നാന്തരം പ്രയോഗമല്ലേ. ഈ പ്രസ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം നമ്മുടെ ഭാഷയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? അത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ കുറച്ച് കോൺട്രവേഴ്ഷ്യലാണെങ്കിലും അതിനകത്ത് കുറേ ന്യായമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനമാണ് പുതിയ പദങ്ങൾ വരുമ്പോൾ അതിനെ രൂപപ്പെടുത്തി ഒക്കെ നമുക്ക് പ്രയോഗിക്കാൻ പാകത്തിൽ ആക്കേണ്ടത്. പിന്നെ ഭരണഭാഷാ വകുപ്പുണ്ട്. ഇവരൊക്കെ സത്യത്തിൽ നിർജീവമാണ്. ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അക്കാഡമിക് പണ്ഡിതന്മാരുണ്ട്, അവരും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ജനങ്ങൾക്ക് വേണ്ട ഭാഷ ഇവിടെ അവതരിപ്പിക്കുന്നത് മീഡിയയാണ്. മീഡിയയുടെ ഭാഷയാണ് ഇവിടെ പ്രചരിക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയവിനിമയത്തിനപ്പുറത്തേക്ക് വലിയ ഭാഷാധർമ്മങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആശയം അവതരിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു നിവേദനം എഴുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. അതിന് ഈ പത്രഭാഷ, മീഡിയ ഭാഷ മതി. അതുകൊണ്ട് ജനങ്ങൾ അറിയുന്ന, ജനങ്ങളെ സ്വാധീനിക്കുന്ന ഭാഷ മീഡിയയാണ്. അപ്പോൾ മീഡിയയ്ക്ക് പറ്റുന്ന ഏത് തെറ്റും ജനങ്ങളിലേക്ക് അതിവേഗം പ്രചരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ പോലീസ് എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷാണല്ലോ, ആണ്. പോലീസിൽ ഭൂരിപക്ഷവും പുരുഷന്മാരുമാണ്, ആണല്ലോ. പുരുഷാധിപത്യ സമൂഹമാണ് പോലീസിൻ്റേത്. പക്ഷെ പിന്നീട് ജനാധിപത്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളും ആ രംഗത്തേക്ക് ധാരാളമായിട്ട് കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ പോലീസ് എന്ന വാക്കിനെ എങ്ങനെയാണ് മലയാളമാക്കുന്നത്? പോലീസുകാരൻ, കാരി ചേർത്താൽ മലയാളമായി. കൂട്ടുകാരൻ, കൂട്ടുകാരി, വീട്ടുകാരൻ, വീട്ടുകാരി, നാട്ടുകാരൻ, നാട്ടുകാരി, ഇങ്ങനെയാണ് കാരി ചേർത്താണ് മലയാളമാക്കുന്നത്. അപ്പം പോലീസിൻ്റെ മലയാളം പോലീസുകാരൻ. അപ്പം പെൺ പോലീസ് വരുമ്പോൾ പോലീസുകാരി, പോലീസുകാരൻ, പോലീസുകാരി. ഇത് അല്പം വ്യാകരണ തത്വമാണല്ലോ. ഇത് മീഡിയയ്ക്ക് അറിയില്ല. അപ്പം മീഡിയ വളരെ പെട്ടെന്ന് വനിതാ പോലീസുകാരി എന്ന് സൃഷ്ടിച്ചു. ഉണ്ടോ? ആ തെറ്റ് ആരും തിരുത്തുന്നില്ല, അതിവിടെ പ്രചരിക്കുന്നു. വനിതാ പോലീസ് എന്ന് പോലും പറയാൻ പാടില്ല, പോലീസുകാരി എന്നേ പറയാൻ പാടുള്ളൂ. അതിന് പുരുഷ പോലീസ് ആരും പറയാറില്ലല്ലോ. ഇനി അതുകൊണ്ട് വനിതാ പോലീസ് സ്റ്റേഷൻ എന്നെഴുതി വെക്കുമ്പോഴും ഇതേ അപകടമുണ്ട്. പോലീസ് സ്റ്റേഷൻ മുഴുവൻ പുരുഷാധിപത്യമുള്ളതല്ലേ, അപൂർവമായിട്ടല്ലേ വനിതകൾക്കായിട്ടുള്ള തനി പോലീസ് സ്റ്റേഷനുള്ളൂ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ വനിതാ വിഭാഗം എന്നായിരുന്നു എഴുതി വെക്കേണ്ടിയിരുന്നത്, അല്ലാണ്ട് വനിതാ പോലീസ് സ്റ്റേഷൻ നല്ല എഴുതേണ്ടത്. ഇതാരും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ മീഡിയയ്ക്ക് എങ്ങനെ തോന്നുകയാണ് വനിതാ പോലീസ് എന്നങ്ങ് വെക്കുകയാണ്. അപ്പോൾ മീഡിയ അങ്ങനെ അങ്ങ് എഴുതുന്നു, അത് പ്രചരിക്കുന്നു. ആളുകൾ ആവശ്യം വരുമ്പോൾ ആ വാക്കാണ് അവർ ഓർത്തെടുക്കുകയും എഴുതുകയും ചെയ്യുന്നത്. അപ്പോൾ കൊണ്ട് മലയാള ഭാഷയെ സംബന്ധിച്ച് ഒരു ശുദ്ധീകരണ പ്രക്രിയ, ശുദ്ധീകരണമെന്നല്ല, ഒരു പരിപാലന പ്രക്രിയ, ശുദ്ധീകരണം എന്നുള്ള വാക്ക് അപകടം പിടിച്ചതാണ്, ഒരു പരിപാലന പ്രക്രിയ നടക്കുന്നില്ല. അതിനൊരു കാരണം കൂടി പറയാം. ഇപ്പം നമ്മളൊരു പയർ വിത്ത് കുഴിച്ചിട്ടു, 6 മാസം കഴിയുമ്പോൾ പയർ പറിക്കാൻ ചെന്നാൽ അവിടെ പയറുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ അത് വളർന്നു വരുമ്പോഴേ തന്നെ വളം കൊടുക്കണം, അതിനെ പരിപാലിക്കണം, കീടങ്ങളുണ്ട് എടുത്തു കളയണം, ചുള്ളിക്കൊമ്പ് കുത്തി കൊടുക്കണം.
ആ പരിപാലിക്കുമ്പോഴാണ് അത് നല്ല ഫലം തരുന്നത്. ഭാഷയും അങ്ങനെ തന്നെയാണ്. നമ്മളതിനെ പരിപാലിക്കണം. അപ്പോൾ പരിപാലിക്കേണ്ടവരാരാണ്? ഭരണഭാഷാ വകുപ്പ്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, അക്കാദമിക് വിദഗ്ധരൊക്കെയാണ്. അവരെല്ലാം അതിൽ നിന്ന് പിന്മാറി. അപ്പം മീഡിയ പ്രയോഗിക്കുന്ന ഭാഷയായി മലയാളത്തിൻ്റെ ഭാഷ അതിനകത്ത് വരുന്നുമില്ല. ഇനി ഈ ഭാഷയ്ക്ക് എന്തിനാണ് നിയമങ്ങൾ പ്രയോഗിച്ചാൽ പോരെയെന്ന് ചോദിക്കുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. നിയമങ്ങൾ അനുസരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പം ഞാനാണെങ്കിലും ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. എത്ര നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് കയറിയത്, ഇല്ലേ? ഞാനൊരു നിയമം അനുസരിക്കുകയില്ല. ഓവർടേക്ക് തോന്നുന്ന പോലെ ചെയ്യും. ട്രാഫിക് സിഗ്നൽ എനിക്ക് വിഷയമല്ല. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞാനിവിടെ വരുമോ? ഇല്ല. അപ്പം നിയമങ്ങൾ അനുസരിച്ചേ നമുക്ക് ജീവിക്കാനാവുള്ളൂ. അത് ഒരു വശം. രണ്ടാമത്, ജീവിതത്തിൽ പലതരത്തിൽ ശുദ്ധികൾ പുലർത്താതെ നമുക്ക് ജീവിക്കാനാവുമോ? നമ്മളെന്തിനാണ് രാവിലെ ഏറ്റ് പല്ല് തേക്കുന്നത്? രാവിലെ ഏറ്റ് എന്തിനാണ് കുളിക്കുന്നത്? വസ്ത്രം അലക്കുന്നത് എന്തിനാണ്? അപ്പോൾ ശുദ്ധി എന്ന് പറയുന്നൊരു ഘടകം അതിനകത്തുണ്ട്. ശരീരശുദ്ധിയുണ്ട്, മാനസിക ശുദ്ധിയുണ്ട്, അല്ലേ? അപ്പം പലതരം ശുദ്ധികളില്ലാതെ നമുക്ക് നിലനിൽക്കാനോ ജീവിക്കാനോ പറ്റിയല്ല. അപ്പം നിയമങ്ങളനുസരിച്ചേ നമുക്ക് ജീവിക്കാനാവുള്ളൂ. ശുദ്ധി പുലർത്താതെ നമുക്ക് ജീവിക്കാനാവില്ല. എങ്കിൽ നമ്മൾ സൃഷ്ടിച്ച ഭാഷയിലും അതൊക്കെ ഇല്ലേ? ഭാഷയിലും നിയമങ്ങളുണ്ട്, ഭാഷയിലും ശുദ്ധിയുണ്ട്. അപ്പോൾ ശുദ്ധിവാദം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഹസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രാമചരിതം ഇന്നെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ആ കൃത്യമായൊരു സ്ട്രക്ചറിൽ അത് അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്, കൃത്യമായി നിയമത്തിൽ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ടിലെ ഭാഷ നമുക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? 12-ാം നൂറ്റാണ്ടിലെ മലയാളം നമുക്ക് മനസ്സിലാകുന്നത് അത് കൃത്യമായ ഒരു വ്യാകരണ സ്ട്രക്ചറിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. വേണ്ടേ? അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഭാഷയും എഴുതി വെക്കുന്ന കാര്യങ്ങളും ഒരു 150 വർഷം കഴിയുമ്പോൾ ആളുകൾ വായിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതിന് കൃത്യമായ നിയമം വേണ്ടേ, വ്യവസ്ഥ വേണ്ടേ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ശരി, ഇത് തെറ്റ്, അത് തെറ്റ്, അങ്ങനെ പ്രയോഗിക്കരുത് എന്നുള്ളതല്ല. ജീവിതത്തിൽ നമുക്ക് നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കാനാവില്ല. ശുദ്ധി പുലർത്താതെ, ശാരീരിക ശുദ്ധിയുണ്ട്, മാനസിക ശുദ്ധിയുണ്ട്, മനഃശുദ്ധിയുണ്ട്. അതിനല്ലേ നമ്മളിപ്പോൾ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് അല്ലേ നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റു പറയുന്നത്. ഇതെല്ലാം ഒരു തരത്തിലുള്ള ശുദ്ധീകരണമല്ലേ? ഇല്ലേ? ഞാൻ ഇന്ന പാപം ചെയ്തു പോയി. ഇപ്പോൾ ക്രിസ്ത്യൻസൊക്കെ കുമ്പസാരിക്കാൻ പോകും, ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തു പോയി എന്നൊക്കെ പറയുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് വേണ്ടേ? ഈ ഭാഷയും മനുഷ്യൻ സൃഷ്ടിച്ചതല്ലേ? മനുഷ്യൻ സൃഷ്ടിച്ച ഭാഷയിലും ഇതെല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ റെഗുലർ ഡേയ്സിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളിൽ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം ചെലുത്തിയിട്ട് നമ്മൾ അതാണ് ശരി എന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ സാറിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? അത് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ മഹാമാരി നമുക്കിവിടെ വന്നു. ഒരു 2-3 വർഷത്തോളം ആ രോഗത്തിൻ്റെ പീഡകൾ നമ്മൾ അനുഭവിച്ചു. അതോടനുബന്ധിച്ച് ഭാഷയ്ക്ക് കിട്ടിയ വാക്കുകളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം വാക്കുകളാണ്. ഇപ്പം മാസ്ക് എന്ന് പറയുന്നൊരു വാക്കെടുക്കുക. സാധാരണഗതിയിൽ വല്ലപ്പോഴും ആശുപത്രിയിൽ ചെല്ലുമ്പം ഒരു ഡോക്ടറോ നേഴ്സോ വച്ചിരുന്ന ഒരു സാധനമല്ലാതെ നമുക്ക് ഈ മാസ്കിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു, ഇല്ലേ? ഇനി ഈ കൊറോണയ്ക്ക് മുമ്പ് മാസ്ക് ധരിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും ബസ്സിൽ കയറുന്നതോ ഈ വഴിയിലൂടെ നടക്കുന്നതോ ആലോചിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഇപ്പം മാസ്ക് വെക്കുന്നതോ ആർക്ക് എപ്പോൾ വേണമെങ്കിലും വെക്കാം. ഇനി അതുപോലെ തന്നെ സാനിറ്റൈസർ എന്നുള്ളൊരു വാക്ക് പലപ്പോഴും ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പം രോഗിയെ കണ്ടു കഴിയുമ്പം ഡോക്ടർ കയ്യാൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന കാണാം. അപ്പോൾ അതെന്നാണെന്ന് പോലും ആളുകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് സാനിറ്റൈസർ. അപ്പോൾ ആ അസുഖത്തോടനുബന്ധിച്ച് ഒരുപാട് വാക്കുകൾ ഇങ്ങോട്ട് കടന്നു കയറി വന്നു. വാക്കുകൾ കടന്നു കയറി വന്നപ്പോൾ ആ വാക്കുകളോടൊപ്പം തെറ്റുകളും ഈ മീഡിയക്കാർ കൊണ്ടുവന്നു. ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്ക് കോവിഡ്, ഇപ്പോൾ കോവിഡിന് ശേഷം എന്ന വാക്കിവിടെ വേണം. അപ്പോൾ അവർ കോവിഡാനന്തരം എന്ന് പ്രയോഗിച്ചു. ആനന്തരം എന്നൊരു വാക്ക് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഇല്ല, അനന്തരമേ ഉള്ളൂ. അപ്പം കോവിഡ് അനന്തരം എന്നാണ്. കോവിഡ് അനന്തരം എന്നുള്ള 2 വാക്കുകൾ കൂടി ചേർന്ന് വരുമ്പോൾ കോവിഡാനന്തരം എന്ന് പ്രയോഗിക്കാൻ പാടില്ല, കോവിഡ് അനന്തരം. ഇല്ലേ? ആരും തിരുത്തി കൊടുത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് ഒരു സാധാരണക്കാരായ ഒരാൾക്ക് എഴുതേണ്ടി വരുമ്പോൾ അവൻ കോവിഡാനന്തരം എന്നല്ലേ എഴുതുള്ളൂ, അല്ലേ? അതൊരു വലിയൊരു അപകടമായി പോയില്ലേ? ഇത് ആരും തിരുത്തി കൊടുത്തില്ല. ഇനി അതേപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞു. നമ്മളത് സാമൂഹിക അകലം പാലിക്കുക എന്ന് പരിഭാഷപ്പെടുത്തി. അപ്പം അത്
ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രയോഗമായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സമൂഹം എന്തിനകന്ന് നിൽക്കണം? സമൂഹം അകന്നു നിന്നത് ജാതീയമായ വേർതിരിവുകൾ ഉണ്ടായിരുന്ന കാലത്തല്ലേ സമൂഹം അകന്നു നിന്നത്. കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ വ്യക്തികളല്ലായിരുന്നു അകന്നു നിൽക്കേണ്ടത് അല്ലേ? അപ്പോൾ സാമൂഹിക അകലം പാലിക്കണം എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് ആ പ്രയോഗം ഭരണഘടനാ വിരുദ്ധമായില്ലേ? ഇതാരാണ് പ്രയോഗിച്ചത്? മാധ്യമങ്ങളല്ലേ അല്ലേ? പകരം എന്തായിരുന്നു ചെയ്യേണ്ടത്? വ്യക്തി അകലം പാലിക്കണം, ആളകലം പാലിക്കണം, ശാരീരിക അകലം പാലിക്കണം, കുഴപ്പമില്ല, അതെല്ലാം ശരിയായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഈ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വാർത്തകൾ എഴുതുകയും, കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പല ഭാഷകളിൽ വാർത്ത വരികയാണ്, വളരെ പെട്ടെന്ന് അത് പരിഭാഷപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ഒരല്പം അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ പദങ്ങൾ എപ്പോഴും പുതിയ പുതിയ സാഹചര്യത്തിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുമ്പോൾ പലതരം മിസൈലുകൾ, അതിൻ്റെ പേരുകൾ, അത് എല്ലാം വരും. ഇതെല്ലാം ഇംഗ്ലീഷിലാണ് കയറി വരുന്നത്. ആ വാക്കെല്ലാം ഇപ്പോൾ നമ്മുടേതാവുകയാണല്ലോ. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പരിചയമുള്ള ആയിരുന്നില്ല. യുദ്ധത്തോടനുബന്ധിച്ച് ഇത് നമുക്ക് ഇത് പരിചയപ്പെട്ട് വരുന്നത്, നമ്മുടെ വാക്കായി മാറുന്നത്. അങ്ങനെ അതെല്ലാം മീഡിയയിലൂടെയാണ് പരിചയപ്പെടുന്നത്. അല്ലാതെ ആരും ഇവിടെ ഭാഷയെ പോഷിപ്പിക്കുന്നില്ല, ഭാഷയ്ക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നുമില്ല. കാരണം ഭാഷ ഇങ്ങനെ സ്വതന്ത്രമായി വന്ന് മീഡിയക്കാരുടെ കയ്യിലൂടെ കയറി ഇറങ്ങി അങ്ങ് പോവുകയാണ്. അത് ഇതിനകത്ത് കുറച്ച് അപകടമുണ്ട്. ബാക്കി എല്ലാവരും നിർജ്ജീവമാവുകയും ചെയ്തു. സാർ, അപ്പോൾ നമ്മൾ ഈ ഒരുപാട് ഭാഷകളുടെ ഒരു എന്താ പറയുക കലർച്ച അല്ലെങ്കിൽ കലർന്ന ഭാഷയായിട്ടാണ് നമ്മുടെ മലയാള ഭാഷ എന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇല്ല, പറഞ്ഞത് തെറ്റില്ല. അത് കറക്റ്റ്. ഒരു 12ഓളം ഭാഷകളുടെ കലർപ്പ് മലയാളത്തിലുണ്ട്. അതിൽ സംസ്കൃതവും ഇംഗ്ലീഷുമാണ് ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് അല്ലെങ്കിൽ മാറിയത് അല്ലേ? ഇംഗ്ലീഷാണ് ഈ പറയുന്നത് പോലെ നമ്മൾ കുറച്ചുകൂടി ഗ്ലോബലൈസ്ഡ് ആവുന്നതിന്റെ കാരണം ഇംഗ്ലീഷ് ഇവിടെ ഭരണഭാഷയായി മാറിയ ഒരു ഭാഷയായിരുന്നു. ഓക്കെ. അപ്പോൾ അത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഗുണമായിട്ടാണോ വന്നിട്ടുള്ളത്? ഈ പറഞ്ഞ പോലെ സാറ് കുറേ അധികം തവണ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഭാഷ സമ്പന്നമാണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൻ്റെ ഒരു എന്താ പറയുക കടന്നുവരവ് അത് സമ്പന്നമാക്കിയിട്ടുണ്ടോ എന്നുള്ളത്? സമ്പന്നമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 200 വർഷക്കാലം അവർ ഇന്ത്യ ഭരിച്ചല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇവിടെ വന്ന് മലയാളം പഠിക്കേണ്ടി വന്നു. നമ്മുടെ ഒരുപാട് ആളുകളെ അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഇവിടെ ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു, സ്ത്രീകൾക്ക് സവിശേഷമായ വിദ്യാഭ്യാസം കൊടുത്തു, അച്ചടി മാധ്യമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ അവരിവിടെ ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചതോടുകൂടി നമുക്ക് ഒരു പടിഞ്ഞാറൻ സാഹിത്യം നമുക്ക് മനസ്സിലാവുകയാണ്. ഇവിടെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹിത്യ രൂപങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാവുകയാണ്. ഭാഷ ഒരു തരത്തിൽ നമുക്ക് കൾച്ചറൂടെ തരുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കൾച്ചറും തരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കവിതയായിരുന്നു പ്രധാനം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കവിതയാണെങ്കിൽ വൃത്തത്തിലാണ്, താളത്തിലാണ്, ഓർമ്മയിൽ സൂക്ഷിക്കാൻ എളുപ്പമാണ്. നമുക്കങ്ങനെ എഴുതി സൂക്ഷിക്കുന്ന രീതി ഇല്ലല്ലോ. അപ്പോൾ ഈ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എളുപ്പമായതുകൊണ്ട് അതിന് ഈ നല്ല താളത്തിലും നല്ല വൃത്തത്തിലുമുള്ള കവിതകൾ ഇവിടെ വന്നു. അതങ്ങനെ തുടർന്ന് ഇങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടിയാണ് കവിതയല്ലാതെ, പദ്യമല്ലാതെ ഗദ്യം എന്ന് പറയുന്ന ഒരു സാഹിത്യരൂപം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഗദ്യ മാതൃകയിൽ ചെറിയ ചെറിയ കൃതികൾ ഇവിടെ എഴുതി തുടങ്ങി. അങ്ങനെ ഫിക്ഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ അന്യദേശത്തു നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചന്തുമേനോൻ, CV രാമൻപിള്ളയുടെ ചരിത്ര നോവൽ, ചന്തുമേനോൻ്റെ സാമൂഹ്യ നോവൽ, ഇതെല്ലാം വൈദേശിക സ്വാധീന ഫലത്തിൽ എഴുതപ്പെട്ടതാണ്. ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ 1889 വരുന്നത്. മലയാളത്തിലെ ലക്ഷണമൊത്ത നോവലായിട്ടാണ് അത് അറിയപ്പെടുന്നത്. ലക്ഷണമൊത്ത ഗദ്യം എന്ന് ഇന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ആദ്യത്തെ ഗദ്യ മാതൃകയായിരുന്നു. ഉപവാസനാ വികൃതി പോലെയുള്ള കൃതികൾ, CV രാമൻപിള്ളയുടെ കൃതികൾ. അങ്ങനെ ഗദ്യം എന്ന് പറയുന്ന ഒരു സാഹിത്യ വിഭാഗം ഗദ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനും കൂടി പറയുന്ന ഒരു മനസ്സിലാകുന്ന ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ മീഡിയ പത്രഭാഷ, മീഡിയയിലൊക്കെ വരുന്ന നമ്മുടെ നോർമൽ റെഗുലർ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ഉണ്ടാകുന്ന കവിതകൾ അല്ലെങ്കിൽ മാനക രൂപമാണ് ഗദ്യം. നമ്മൾ വർത്തമാനം പറയുന്ന ഒരു ഭാഷ വാമൊഴി, എഴുതാൻ ഉപയോഗിക്കുമ്പോൾ അത് വരമൊഴി, എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ, അതാണ് ഗദ്യം. അപ്പം ആ ഗദ്യത്തിൽ ഇവിടെ
ഒരുപാട് രൂപങ്ങളുണ്ടാവുകയാണ്. നാടകം, കഥ, നോവൽ, ജീവചരിത്രം, ആത്മകഥ, ഉപന്യാസങ്ങൾ, ഇതെല്ലാം ഗദ്യത്തിൻ്റെ രൂപമാണ്. അപ്പോൾ സമ്പന്നമായ ഒരു ഗദ്യ സാഹിത്യം രൂപപ്പെടുന്നത് ഈ ഇംഗ്ലീഷ് ആധിപത്യത്തിൻ്റെ ഫലമായിട്ടാണ്. അതുവരെ കവിത കൊണ്ടൊക്കെ കഴിഞ്ഞുകൂടിയിരുന്ന നമുക്ക് പുതിയൊരു മേഖല കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് സാമാന്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ട്. ഇപ്പോൾ ചന്തുമേനോൻ ഒറ്റപ്പാലം മുൻസിപ്പായിരുന്നു. ഒറ്റപ്പാലം മുൻസിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജില്ലാ ജഡ്ജി. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഒരു ജില്ലാ ജഡ്ജിയായിരുന്നു ചന്തുമേനോൻ. അപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ചന്തുമേനോൻ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? ഇംഗ്ലീഷ് കഥകളൊക്കെ വായിച്ചിട്ട് ഭാര്യയ്ക്കും പിള്ളേർക്കും മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മറ്റു ദേശത്തെ കഥ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആളുകളെ കുറിച്ചൊരു കഥ എഴുത്. അങ്ങനെ ഭാര്യയുടെ പ്രേരണ കൊണ്ടാണ് എഴുതിയതെന്നൊക്കെ പറയുന്നു. ഇന്ദുലേഖ എഴുതാനുണ്ടായ കാരണം അങ്ങനെ പറയുന്നു. ഞങ്ങൾക്ക് ഭാര്യയ്ക്ക് പിള്ളേർക്കൊക്കെ വായിച്ച് രസിക്കാൻ പറ്റിയ കഥ എന്നുള്ള മട്ടിലാണ് അത് വരുന്നത്. പക്ഷേ മലയാളത്തിലെ ഒന്നാം തരം നോവലായി അത് മാറുകയും ചെയ്തു. അത് ചരിത്രം. പിന്നീട് ഇങ്ങോട്ട് അത് മലയാള ഭാഷയിൽ തന്നെ ഗദ്യം എന്ന് പറയുന്ന ഒരു അതിസമ്പന്നമായ ഒരു സാഹിത്യ വിഭാഗമായി മാറി. ഇപ്പോൾ അവിടെ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് കയറി പറയട്ടെ. മലയാളത്തിൽ 2004 ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടി. ക്ലാസിക്കൽ ഭാഷാ പദവിയുടെ പ്രധാന ക്രൈറ്റീരിയ 1500 മുതൽ 2000 വരെ വർഷം പഴക്കം ഭാഷയ്ക്ക് ഉണ്ടാവണമെന്നാണ്. മലയാളത്തിന് അങ്ങനെ ഒരു പഴക്കം ഇല്ല. കാരണം 12ാം നൂറ്റാണ്ടിലാണ് നമുക്ക് ആദ്യത്തെ ലിഖിത സാഹിത്യം ഉണ്ടാകുന്നത്. അപ്പം 13, 14, 15, 16, 17, 18, 19, 20, 700 അല്ലെങ്കിൽ 800 വർഷത്തെ പഴക്കമേ മലയാളത്തിനുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടി? ഈ 600 അല്ലെങ്കിൽ 700 വർഷം കൊണ്ട് അതിസമ്പന്നമായ ഒരു സാഹിത്യരൂപം നമുക്കിവിടെ ഉണ്ടാവുകയാണ്. കഥയായി, കവിതയായി, നോവലായി, അങ്ങനെ അതിസമ്പന്നമായ ലോകത്തിലെ ഏതൊരു ഭാഷയോടും കിടപിടിക്കത്തക്ക ഒരു സാഹിത്യ ഭാഷാ സംസ്കൃതി ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് കണക്കിലെടുത്താവണം അവർ ക്ലാസിക്കൽ ഭാഷാ പദവി കൊടുത്തതെന്ന് ഞാൻ കരുതുകയാണ്, അല്ലാണ്ട് പഴക്കം വെച്ചിട്ടല്ല. അപ്പോൾ അങ്ങനെ സമ്പന്നം ആയ ഒരു ഭാഷയായി കഴിഞ്ഞപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നാടകം, ഇതെല്ലാം വിദേശത്ത്, ഇവിടെ ഈ സംസ്കൃത നാടകങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും നാടകമൊക്കെ ചെറിയ ഭാരതത്തിൽ നാടകത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നുമില്ല. കാളിദാസൻ്റെ ശാകുന്തളമൊക്കെ പരിഭാഷപ്പെടുത്തുകയും പിന്നെ സി വി രാമൻപിള്ളയുടെ പ്രഹസനങ്ങൾ വഴിയൊക്കെയാണ് ഇവിടെ നാടകം ഉണ്ടാകുന്നത്. പിന്നീട് ആത്മകഥ, ജീവചരിത്രം, ഇങ്ങനെയുള്ള സാഹിത്യരൂപങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വളർന്നു വരുന്ന കൂട്ടത്തിൽ നമുക്ക് കവിതയോട് കിടപിടിക്കുന്ന ഒരു സാഹിത്യരൂപം കൂടി നമുക്കുണ്ടാവുകയാണ്. അതാണ് ചലച്ചിത്ര ഗാനങ്ങൾ. അതെ, തീർച്ചയായിട്ടും. അപ്പം സാറിൻ്റെതായ ഒരു പുസ്തകം തന്നെ ഉണ്ട്, മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ചരിത്രം ഉൾപ്പെടുന്ന ഒരു പുസ്തകം കൂടി എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പം ശരിക്കും നമുക്ക് മലയാള ചലച്ചിത്രങ്ങളുടെ ഗാനങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? 1928 മലയാളത്തിലൊരു ചിത്രം ഉണ്ടാകുന്നത്, ഒരു നിശബ്ദ ചിത്രമായിരുന്നു. അപ്പോൾ നിശബ്ദ ചിത്രം എങ്ങനെയാണ് മലയാളത്തിലേത് എന്നൊരു ചോദ്യം ഉണ്ടാവാം അല്ലേ? ശബ്ദം ഇല്ലെങ്കിൽ പിന്നെ അത് ഏത് ഭാഷയിലേതാണെന്ന് എങ്ങനെ മനസ്സിലാവും? അങ്ങനെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആലോചന ഇതിനുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. ശബ്ദം ഇല്ലെങ്കിൽ ഇതെങ്ങനെ മലയാള ചലച്ചിത്രമാണെന്ന് മനസ്സിലാവും. അത് നമുക്ക് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതിൻ്റെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അത് 1928 ആ ചിത്രത്തിൻ്റെ ബേസിലാണ് സെല്ലുലോയിഡ് എന്ന് പറയുന്ന ഒരു ചിത്രം പിന്നീട് കമൽ ചെയ്യുന്നത്. രണ്ടാമത് നമുക്കൊരു സിനിമ വരുന്നത്, ഒരു ശബ്ദചിത്രം വരുന്നത് 1938 ബാലൻ എന്നാണ് ആ സിനിമയുടെ പേര്, ശബ്ദചിത്രം. ഈ സിനിമയിലാണ് പാട്ടുകൾ എന്ന് പറയുന്ന ഒരു പുതിയ സാഹിത്യരൂപം ചേരുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി മുതുകുളം രാഘവൻ പിള്ള, അന്നത്തെ ഒരു പേരുകേട്ട എഴുത്തുകാരനായിരുന്നു, അയാളാണ് പാട്ടുകൾ ഒരുക്കിയത്. എന്തായിരിക്കും ഈ, അതായത് ആദ്യത്തെ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്തിൽ ശബ്ദമില്ല, അതിനകത്തിൽ പാട്ടുകളെ പറ്റിയുള്ളൊരു ചിന്ത തന്നെ ഇല്ല. അപ്പം പക്ഷേ പിന്നീടൊരു സിനിമ വരുമ്പോൾ, ബാലൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, പാട്ടുകൾ വേണം. അതിനു മുമ്പേ തന്നെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ പാട്ടുകളുണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദിയുടെയും തമിഴിൻ്റെയും ഒക്കെ പാട്ടുകളെ അനുകരിച്ചുകൊണ്ട്, കുറച്ചൊക്കെ അപഹരിച്ചും കൊണ്ടും ആണ് ഈ മുതുകുളം രാഘവൻ പിള്ള പാട്ടുകൾ ഒരുക്കുന്നത്. 23 പാട്ടുകൾ ആ സിനിമയിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ 23 പാട്ടുകളുള്ള ഒരു സിനിമ? മലയാളത്തിലെ ആദ്യത്തെ സിനിമയിൽ 23 പാട്ടുകളുണ്ടായിരുന്നു.
അപ്പോൾ ആ ഈ 23 പാട്ടുകളെല്ലാം കുറച്ചൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. കാര്യമായ ഒരു 10-20ഓളം പാട്ടുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും കിട്ടാനില്ല. അപ്പോൾ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. മുതുകുളം രാഘവൻ പിള്ളയാണ് ആദ്യത്തെ ചലച്ചിത്ര ഗാന രചയിതാവ്. പിന്നീട് മഹാകവി ജി ശങ്കരക്കുറുപ്പ്, ഉത്തങ്കാവ് മാത്തന്തരകൻ ഇവരൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവർക്കൊന്നും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു രചയിതാവ് വരുന്നത് അഭയദേവാണ്. അഭയദേവിൻ്റെ ഫേമസ് ആയ ഒരു പാട്ടുണ്ട്, ഒരു താരാട്ട് പാട്ട് കേട്ടുണ്ടാവും. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ട് കേട്ട് നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ. സാക്ഷാൽ ഇരമേൻ തമ്പിയുടെ താരാട്ടിനെ അനുസ്മരിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു താരാട്ട് പാട്ടാണ്. സീത എന്ന് പറഞ്ഞ സിനിമയിലേതാണ്. അഭയദേവാണ് എഴുതുന്നത്. 100ഓളം ചിത്രങ്ങൾക്ക് വേണ്ടി അഭയദേവ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഒരു രണ്ടാം ഘട്ടം വരികയാണ്. ഒരു 3 പേരുടെ അരങ്ങേറ്റം സംഭവിക്കുകയാണ്. വയലാർ, ONV, പി ഭാസ്കരൻ. ഇവർ 3 പേരാണ്. ഇവർ 3 പേരും നിലവിൽ കവികൾ തന്നെയായിരുന്നു. അപ്പോൾ ഇവർ കവികളായിരിക്കെ തന്നെ പുതുതായി രൂപപ്പെട്ട ഈ കലാരൂപത്തിലേക്ക് ആകൃഷ്ടരായി. അന്ന് നാടകഗാനങ്ങളുമുണ്ട്. ശരിക്കും നാടകഗാനങ്ങളാണ് ഇവരൊക്കെ ആദ്യം എഴുതി തുടങ്ങിയത്. KPSCയുടെ ട്രൂപ്പിൽ വരുന്ന നാടകഗാനങ്ങൾ. ഇപ്പം വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിൽ, അതൊക്കെ നാടകഗാനങ്ങളാണല്ലോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ ഒരു ഭൂമി, ഇതൊക്കെ ചെപ്പ് കിലുക്കണ ചങ്ങാതി, അത് ONV എഴുതിയതാണ്. തലയ്ക്കുമീതെ ശൂന്യാകാശം വയലാറിൻ്റെതാണ്. അപ്പോൾ ഇവരൊക്കെ ഈ നാടകഗാനങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാനങ്ങളായിരുന്നു. പലപ്പോഴും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിൽ വേണ്ടി 10-20ഓളം പാട്ടുകൾ ONV എഴുതിയിട്ടുണ്ട്. അന്നൊക്കെ അത്രയാണ്. അന്നത്തെ ഒരു പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ നാടകമൊക്കെ അന്നൊക്കെ ആളുകൾക്ക് വേറെ അധികം കലാരൂപം ഇല്ലാത്തതുകൊണ്ട് ഒരു ഫുൾ നൈറ്റൊക്കെയാണ് നാടകം കാണുന്നത്. അപ്പം ചില അഭിനയ രംഗങ്ങളൊക്കെ വരുമ്പം താഴെ ഇരുന്ന് ഓഡിയൻസ് പറയും നിർത്ത് റിപ്പീറ്റ് എന്ന് പറയും. പാട്ടുകളും അങ്ങനെ റിപ്പീറ്റ് പറയും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തും പാടിയൊക്കെ ഒരു രാത്രി മുഴുവൻ നാടകമൊക്കെ. ഇന്ന് നാടകം തന്നെ ഒരു 2 മണിക്കൂർ 2-2.5-3 മണിക്കൂറുണ്ട്. അതിനിടയിൽ ഈ റിപ്പീറ്റും വൺസ് മോറും എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊരു രാത്രി നാടകമാകും. ശരിക്കും മാർക്സിയൻ ലെനിനിസ്റ്റ് ആശയങ്ങളുടെ ഒരു പ്രചാരണവും ഒക്കെ ഇതിലൂടെ ശരിക്കും ഒരു ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം കിട്ടിയത് ഇവരുടെ പാട്ടുകൾ ഒക്കെ കൂടിയാണ്. മാത്രമല്ല ഏത് സദസ്സിലും പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാട്ടുകളാണല്ലോ ഇടുന്നത്. അപ്പോഴെല്ലാം ഈ പാട്ടുകളാണ് ഇടുന്നത്. അങ്ങനെ ആളുകൾ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് ഇവരെല്ലാം കുടിയേറുകയാണ്. വയലാർ, ONV, ഭാസ്കരൻ. അപ്പോൾ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് കരുത്തുറ്റ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തത് ഈ 3 പേരാണ്. അതിൽ വയലാർ രാമവർമ്മയ്ക്ക് അല്പം തലപ്പൊക്കം കൂടും. അദ്ദേഹമാണ് ചലച്ചിത്ര ഗാന രംഗത്തെ കുലപതി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വയലാർ രാമവർമ്മയോട് ഏതോ ഒരു ഇൻ്റർവ്യൂ ചെയ്തയാൾ ചോദിച്ചു, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഗാനരചയിതാവ് ആരാണ്? വയലാർ രാമവർമ്മ. അദ്ദേഹം തന്നെ പറഞ്ഞു. അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ലെവല് എത്ര വലുതായിരിക്കും. അവരുടെ കാലം എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര ഗാന ശാഖയുടെ സുരഭില കാലഘട്ടമായിരുന്നു. ചില പാട്ടുകളൂടെ നമുക്ക് പറഞ്ഞു പോവാം. ONV തന്നെ പാട്ടുകളെ നിർവചിച്ചിട്ടുണ്ട്. 3-4 നിമിഷത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സ്വരശില്പമാണ് ചലച്ചിത്ര ഗാനം. ONVയുടെ നിർവചനമാണ്. എന്നിട്ട് ONV തന്നെ പറയാണ്, കവിത എനിക്ക് ഉപ്പാണ്, അത് പാകത്തിന് ചേർത്ത് എൻ്റെ സഹയാത്രികർക്ക് ഞാൻ നൽകുന്ന പാഥേയമാണ് പാട്ട്. പാഥേയം പൊതിച്ചോറാണ്. പൊതിച്ചോറുണ്ണാൻ നമുക്ക് വലിയ ഇഷ്ടമാണല്ലോ. അപ്പം കവിത എനിക്ക് ഉപ്പാണ്, അത് പാകത്തിന് ചേർത്ത് എന്ന് പറഞ്ഞാൽ കവിത ഉണ്ടെങ്കിലേ ഗാനം നിലനിൽക്കുകയുള്ളൂ എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. വയലാർ രാമവർമ്മയും നിർവചിച്ചിട്ടുണ്ട്. ഉറങ്ങാത്ത സുന്ദരി എന്ന് പറയുന്നൊരു സിനിമയിൽ അദ്ദേഹം കവിത തൻ ചിറകിലുയർന്നാലേ ഗാനത്തിനഴകറിയൂ, സ്വപ്നമുള്ളിൽ വിടർന്നാലേ കൽപ്പനയ്ക്ക് പൂമ്പൊടി കിട്ടൂ. ഇതൊരു പാട്ട് തന്നെയാണ്. ഇതിനകത്ത് അദ്ദേഹം പാട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചലച്ചിത്ര ഗാനത്തിന് ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ അപ്ലൈഡ് പോയട്രി എന്ന് പറഞ്ഞാൽ പ്രയുക്ത കാവ്യങ്ങൾ എന്ന് നമുക്ക് പറയാം. പ്രയുക്ത കാവ്യങ്ങൾ. ഇനി ചലച്ചിത്ര ഗാന രചയിതാവും കവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കവിക്ക് എത്ര സമയമെടുത്ത് എവിടെയെങ്കിലും ഇരുന്ന്
എത്ര പേജ് വേണേലും എഴുതി കവിതയാവാം. അതെ. ഗാനരചയിതാവ് എപ്പോഴും ഒരു ചതുരത്തിനുള്ളിലാണ്. അയാൾക്ക് കഥയ്ക്കുള്ളിൽ നിന്ന് എഴുതാൻ പറ്റുള്ളൂ, ആ കഥാപാത്രത്തിന് വേണ്ടി എഴുതാൻ പറ്റുള്ളൂ. സംവിധായകനും സംഗീത സംവിധായകനും എല്ലാം ഇതിനകത്ത് ഇടപെടും. അങ്ങനെ ഒരുപാട് പേര് ഇടപെട്ട് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ ആ സിറ്റുവേഷനനുസരിച്ച് എഴുതാൻ പറ്റുള്ളൂ. അസാമാന്യമായ കഴിവുള്ളവർക്കേ അത് പറ്റുള്ളൂ. പല സന്ദർഭങ്ങളിലും ട്യൂൺ ഇട്ടതിന് ശേഷമാണ് എഴുതുന്നത്. അങ്ങനെ ഒരു ഉദാഹരണം കൂടി പറയാം. വയലാർ രാമവർമ്മ സാധാരണഗതിയിൽ ട്യൂണിട്ട് അങ്ങനെ എഴുതാറില്ല, എഴുതിയതിന് ശേഷം ട്യൂണിടുകയാണ് ചെയ്യുന്നത്. ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പാട്ട് എഴുതാൻ വേണ്ടി ആദ്യം നിശ്ചയിച്ചത് ONV ആയിരുന്നു. ONV യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനായതുകൊണ്ട് അദ്ദേഹത്തിന് ലീവ് കിട്ടായികയോ ബോംബെക്ക് ചെല്ലണം, എന്തോ ചെറിയ പ്രശ്നം വന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. രണ്ടാമത് യൂസഫ് അലി കച്ചേരിയാണ് നിശ്ചയിച്ചത്. യൂസഫ് അലിക്കും എന്തോ അസൗകര്യം വന്നതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് വയലാർ രാമവർമ്മ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സലിൽ ചൗധരി എന്ന് പറയുന്ന ഒരു ബംഗാളുകാരനായ ഒരാളാണ് മ്യൂസിക് ചെയ്യുന്നത്, ആദ്യം ട്യൂൺ തരും, ആ ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. വയലാർ എന്നെക്കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞു, ഞാൻ എഴുതുന്നതിന് ട്യൂൺ ചെയ്യുന്നത് മതി എന്ന് പറഞ്ഞു. പക്ഷേ രാമു കാര്യട്ടാണല്ലോ അതിൻ്റെ സംവിധായകൻ. അവർ നിർബന്ധിച്ചപ്പം അദ്ദേഹത്തോട് ബോംബെക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പാട്ട് എഴുതിയിട്ട് പറ്റിയാലും തിരിച്ചു പോരുമെന്നൊക്കെ പറഞ്ഞ് വയലാർ ചെല്ലുകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ സലിൽ ചൗധരി ട്യൂൺ കേൾപ്പിക്കുകയാണ്. ഒരു ബംഗാളി ഫോക്ക് സംഗീതത്തിനോട് ചേർന്ന ഒരു ട്യൂണാണ് കൊടുത്തിരിക്കുന്നത്. ആ ട്യൂൺ കേട്ട് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി കൊടുത്ത പാട്ടാണ് മാനസമൈനേ വരൂ മധുരം നുള്ളിത്തരൂ അല്ലേ, ആ ഗാനം. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല ഓമനി അടങ്ങുകില്ല. ആ പാട്ട് കേട്ട് എല്ലാവരും സന്തുഷ്ടരായിട്ട് ബാക്കി 3 പാട്ടും കൂടെ, 4 പാട്ടാണ് അതിനകത്തുള്ളത്. കടലിനക്കരെ പോണോരെ അല്ലേ, പിന്നെ ആ ചെമ്മീൻ എന്ന നോവലിൻ്റെ മിത്ത്, ആ മിത്ത് ഒരു പാട്ടിലുണ്ടല്ലോ, പെണ്ണാളെ കണ്ണാളെ അല്ലേ, പണ്ടോരു മുക്കുവൻ മുത്തിനു പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തി പെണ്ണ് തപസ്സിരുന്നു, അവനെ കടലമ്മ കൊണ്ടുവന്നു. അരയത്തി പെണ്ണ് പിഴച്ചുപോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. എത്ര സുന്ദരമായിട്ടാണ് ആ മിത്ത് പാട്ട് എഴുതിയത്. ആ 4 പാട്ടും വയലാർ രാമവർമ്മയുടെ പേരിലല്ലേ ഇപ്പോഴും നിൽക്കുന്നത്. അത്രയും മനോഹരമാണ് അവരുടെ പാട്ടെഴുത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസാമാന്യം, ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്ത് എഴുതിയിട്ടുണ്ട്. അസാമാന്യമായിട്ട് ഈ സിറ്റുവേഷൻ അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോഴേ തന്നെ അവർക്കത് എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒരു ഞെട്ടിപ്പോവുകയാണ്. അതിനേക്കാൾ മികച്ച രീതിയിൽ അത് എഴുതാൻ പറ്റില്ല. അങ്ങനെ അവർ ലെജൻഡുകളായിരുന്നു ആ 3 പേര്. ഇനി അവരോട് ചേർന്ന് വന്നവരാണ് യൂസഫ് അലി കച്ചേരി, ശ്രീകുമാരൻ തമ്പി. യൂസഫ് അലി കച്ചേരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ചലച്ചിത്രഗാനം എഴുതിയ ഏക വ്യക്തിയാണ് യൂസഫ് അലി കച്ചേരി. പിന്നീട് ശ്രീകുമാരൻ തമ്പി, പിന്നെ ബീച്ച് തിരുമല, പിന്നെ കെ ജയകുമാർ, പിന്നെ പൂച്ചിൽ ഖാദർ, ഇങ്ങനെയൊക്കെയുള്ള അടുത്ത നിര വരികയാണ്. അതും കഴിഞ്ഞുള്ള നിരയാണ് വയലാർ രാമവർമ്മയുടെ മകൻ ശരത്ചന്ദ്രവർമ്മ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുന്നത്. അതിൽ കൈതപ്പുറം വേറിട്ട ലെവലിൽ പാട്ടെഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് മാത്രം സാന്ദർഭികമായിട്ട് പറയാം. നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയിൽ മിന്നൽ വളയിട്ട പെണ്ണഴകെ, ഒരു വൈറൽ സോങ് ആണല്ലോ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണോ നീ. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ എവിടെ നിന്നാണ് ഈ മിന്നൽ വള, മിന്നൽ എങ്ങനെ വളയായി മാറും. അപ്പോൾ അന്നേരം അതേക്കുറിച്ച് കൈതപ്പുറം തന്നെ പറഞ്ഞു, ഇത് രഘുവംശത്തിൽ നിന്നാണ് ഞാൻ ഈ ആശയം എടുത്തത്, കാളിദാസൻ്റെ രഘുവംശത്തിൽ നിന്ന്. അപ്പോൾ കാളിദാസൻ്റെ രഘുവംശത്തിൽ ഈ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോവുകയാണ്. പുഷ്പക വിമാനത്തിലാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പം വിമാനം ഉയർന്ന മേഘത്തോളം ഉയരത്തിലായി. അപ്പോൾ സീതയാകപ്പാടെ അങ്കലാപ്പിലാണല്ലോ. അങ്ങനെ മേഘത്തോട്, അതായത് മേഘം ഇങ്ങനെ കണ്ടപ്പോൾ ശ്രീരാമൻ്റെ രൂപമോ എന്തെങ്കിലും ഒരു ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് ഈ ജനലിലൂടെ, വിമാനത്തിന് ജനലുണ്ടോയെന്ന് എന്നോട് ചോദിക്കരുത്, അന്നത്തേത് ജനലിലൂടെ കൈയിട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇടിമിന്നലിന് സീതയുടെ കയ്യിൽ വളയില്ലല്ലോ എന്ന് തോന്നി. ഇടിമിന്നൽ സീതയുടെ കയ്യിൽ വളയിട്ട് കൊടുത്തു. ഈ ഒരു ആശയം നമ്മുടെ മനസ്സിൽ
സഞ്ചിത സംസ്കാരമായിട്ട് കിടക്കുകയാണ്. അതായത് സഞ്ചിത സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഓക്കെ. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ അത് ഉള്ളിൽ നിന്ന് കയറി വരും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം എന്ന് പറയുമ്പം പെട്ടെന്ന് പലതിനോട് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ ഇൻ്റർവ്യൂവിന് മുമ്പ് 1-ാം ക്ലാസ്സിലെ കാര്യം ഒന്നും ഓർക്കുന്നില്ലല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് 1-ാം ക്ലാസ്സിലെ കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്? അപ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങ് എവിടെയോ ഇത് കിടപ്പുണ്ട്. അപ്പം 1-ാം ക്ലാസ് എന്നൊരു സ്റ്റിമുലേഷൻ കിട്ടിയപ്പോഴാണ് ഇത് കയറി വന്നത്. അങ്ങനെ പുള്ളി ഒരു 10-15 വയസ്സുള്ളപ്പം വായിച്ചതാണ് ഈ രഘുവംശം. അത് 70-ാം വയസ്സിലാണ് പുള്ളിക്കത് പറയും. അന്ന് ഇത് എഴുതുമ്പോൾ 71 വയസ്സ് മറ്റോ ഉണ്ട്. 70-ാം വയസ്സിലാണ് പുള്ളിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ആ പാട്ട് സൂപ്പർ ഹിറ്റായില്ലേ? അത് കൈതപ്പുറത്തിൻ്റെയൊക്കെ അസാമാന്യമായ പ്രതിഭ കൊണ്ട് സംഭവിക്കുന്നതാണത്. അത്തരത്തിലിപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള പാട്ടുകളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മറ്റു പാട്ടുകൾ അതായത് ഏതൊരു കലാരൂപം എടുത്താലും ആ കലാരൂപത്തിന് സ്ഥിരമായ നിലനിൽപ്പില്ല. നമ്മൾ ഒന്ന് തുടങ്ങി ഒരു പീക്കിലെത്തി പിന്നെ അത് താഴേക്കേ വരുള്ളൂ. ഒരു കലാരൂപവും അതത് രീതിയിൽ നിലനിൽക്കാറില്ല. ഉദാഹരണത്തിന് കഥകളി എന്ന് പറയുന്ന സാധനം ഒരു കാലത്ത് എന്ത് വലിയൊരു കലാരൂപമായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? ഇല്ല. കഥാപ്രസംഗം ഉണ്ടോ? ഇല്ല. ഇനി മിമിക്സ് പരേഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാ കലാരൂപത്തിനും ഇങ്ങനെ ഒരു അപജയ കാലഘട്ടമുണ്ട്. അത് ചലച്ചിത്ര ഗാനത്തിനും ഉണ്ട്. അതങ്ങനെ നിൽക്കില്ല. ഇനി മാത്രമല്ല, ഇപ്പം സിനിമയ്ക്ക് പുറത്ത് ചലച്ചിത്ര ഗാനം പോലെയുള്ള പാട്ടുകൾ ഉണ്ടാകുന്ന കാലമാണിത്. ഇപ്പോൾ ഉദാഹരണത്തിന് വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അത് സിനിമാ പാട്ടല്ലല്ലോ. അപ്പോൾ ഒറ്റ പാട്ടുകൾ ഇങ്ങനെ ഹിറ്റാവുകയാണ്, പാട്ടായിട്ട് തന്നെ വന്ന് ഹിറ്റാവുകയാണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് വരുന്ന ഒരു കാലഘട്ടമാണ്. അത് മാത്രമല്ല, സിനിമാ പാട്ടുകൾക്ക് സിനിമയ്ക്കകത്തൊരു വ്യക്തിത്വമുണ്ട്, സിനിമയ്ക്ക് പുറത്തും വ്യക്തിത്വമുണ്ട്. പല പാട്ടുകളും സിനിമയില്ലെങ്കിലും അത് നിലനിൽക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ സിനിമയില്ലാതെ തന്നെ പാട്ടുകൾ രൂപപ്പെടുത്താമല്ലോ. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇതങ്ങ് വഴുതി മാറി. പിന്നെ ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതണമെങ്കിൽ അത് അസാമാന്യമായ കഴിവ് വേണം. പണ്ടും ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ വൃത്തത്തിനനുസരിച്ച് കവിത എഴുതുമല്ലോ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ താളത്തിലാണ് കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നുള്ളൂർ എഴുതിയത്. അപ്പം ട്യൂണിലല്ലേ എഴുതിയിരിക്കുന്നത്. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ ട്യൂണിലാണ് കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത്. കൂട്ടിനകത്തൊരു കുഞ്ഞ് ഉള്ളൂർ എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ലലലല എന്നൊരു ട്യൂൺ ഇട്ട് കൊടുക്കുമ്പോഴേ തന്നെ അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം വൃത്തത്തിൽ എഴുതാൻ കഴിവുള്ള ആളുകൾക്ക് ട്യൂണിൽ എഴുതാൻ പ്രയാസമില്ല. ഇപ്പം സംഗീതം ഇട്ട് കൊടുത്തു കഴിയുമ്പം പുതിയ പിള്ളേർക്ക് സംഭവിക്കുന്ന പുതിയ എഴുത്തുകാർക്ക് അവർക്ക് കാര്യമായ വായനയോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഈ ഉചിതമായ പദങ്ങൾ ഉചിതമായ സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവ് പൊതുവെ കുറവാണ് ഇപ്പം. അതുകൊണ്ടാണ് അത്തരം പാട്ടുകളിലൊക്കെ ഈ ഈയാമ്പാറ്റകളെ പോലെ വളരെ പെട്ടെന്ന് കേട്ട് വളരെ പെട്ടെന്ന് അസ്തമിക്കുന്നു. ഇപ്പോഴും പഴയ പാട്ടുകളൊക്കെ ഇറ്റേണൽ സോങ് എന്ന് പറയുന്ന പോലെ നിലനിൽക്കുകയാണ്. അതുപോലെ എന്ത് ഈ പുതിയ പാട്ടുകൾ നിൽക്കാത്തത്? ഇപ്പോൾ ലജ്ജാവതി എന്നുള്ള പാട്ട് വന്നു, രാക്ഷസി രാക്ഷസി എൻകരളിൽ എന്നൊരു പാട്ട് വന്നു. ഇതൊക്കെ പെട്ടെന്ന് മറഞ്ഞു പോയില്ലേ? അതേസമയം പഴയ പാട്ടുകൾ അരികിൽ നീ ഉണ്ടായിരുന്നില്ലെങ്കിലെന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി, ONV ആണല്ലോ. ഇതൊക്കെ എന്താ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്? നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ അല്ലേ? രവി ബോംബെയുടെ സംഗീതത്തിൽ ONV എഴുതിയതല്ലേ? ഇതൊക്കെ എന്തിങ്ങനെ നിലനിൽക്കുന്നത്? പുതിയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് നമ്പറാണ്. പുതിയ സംസ്കാരം എന്ന് പറഞ്ഞത് യൂസ് ആൻഡ് ത്രോ ആണ്. പാട്ടുകളിലും അത് സംഭവിച്ചു. ഈ അപജയം പാട്ടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് വല്ലപ്പോഴും നല്ല പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ഈ കൈതപ്പുറത്തിൻ്റെയൊക്കെ പാട്ട് 2025 വന്നാണല്ലോ. നല്ല പാട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പുതിയ പാട്ടെഴുത്തുകാർക്ക് പാട്ട് എഴുതണമെന്നല്ലാതെ ആ ട്യൂണിനൊപ്പിച്ച് പദങ്ങൾ പെറുക്കി വെക്കണമെന്നല്ലാതെ ഈ കൽപ്പനാഭംഗിയുള്ള വരികൾ എഴുതാൻ അവർക്ക് പറ്റുന്നില്ല. കവിതയും ചലച്ചിത്രഗാനവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ കവിത ആലോചനാമൃതമാണ് എന്ന് പറഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ആശാൻ്റെ കവിത, ഉള്ളൂരിൻ്റെ കവിത, എഴുത്തച്ഛൻ്റെ വള്ളത്തോളിൻ്റെ കവിതയൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് പ്രയാസമാണ് അല്ലേ? ആശാൻ്റെ ഒരു 2 വരി കവിത ചൊല്ലിയാൽ സരള മധുരം ഈ വിധം വജസ്സൊരു വിധി വാട്ടിയ കർണവീതിയിൽ വിരവിനോട് പതിച്ച് വിച്ചിമേൽ വിരളന വാമ്പുത ബിന്ദു എന്ന പോൽ എന്തെങ്കിലും മനസ്സിലാവും? ഇല്ല. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾ ആരെങ്കിലും മെനക്കെടുവോ? ഇല്ല.
അതേസമയം ചലച്ചിത്രഗാനം വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കേൾക്കുമ്പോഴേ തന്നെ ആപാദ മധുരം എന്ന് പറയും, പതിക്കുമ്പോഴേ മധുരമായിട്ട് അനുഭവപ്പെടും. ക്ലേശമില്ല, അർത്ഥം അറിയേണ്ട കാര്യമില്ല. അർത്ഥം അറിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥം അറിഞ്ഞില്ലേലും ഒരു കുഴപ്പമില്ല. ആ മ്യൂസിക്കും ആലാപനത്തിൻ്റെ ഭംഗിയും ഒക്കെ കൊണ്ട് ആ പാട്ട് നമ്മൾ അറിയാതെ കാണാതെ പഠിച്ചു പോകും. സിനിമാ പാട്ടിൻ്റെ വരികളൊക്കെ മിക്കവാറും ആളുകൾക്കറിയാം. ഏതെങ്കിലും ഒരു 2 വരി കവിത ചൊല്ലൂ എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്നില്ലല്ലോ. അതേസമയം ഏത് പാട്ടിൻ്റെയും 2 ലൈൻ പറഞ്ഞാൽ ആളുകൾ ചൊല്ലും ഇല്ലേ? പഴയ പാട്ടാണേലും പുതിയ പാട്ടാണേലും 2 വരി ആളുകൾക്ക് പറയും. എന്തുകൊണ്ടാണ് കാര്യം? അതിൻ്റെ മ്യൂസിക്കിൻ്റെ ഭംഗി കൊണ്ട്, ലളിതമായതുകൊണ്ട്, അതിൻ്റെ ആലാപന ഭംഗി കൊണ്ട്, ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ജനങ്ങൾ അറിയുന്ന കവിത, ജനങ്ങളുടെ കവിത പാട്ടുകളായിരുന്നു. അതാണ് സിനിമാ പാട്ടിൻ്റെ ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പം വയലാറിനെ പോലെയുള്ള കവികളെല്ലാം കവിതയുടെ സംസ്കാരം തന്നെയാണ് ഒരു പാട്ടിലൂടെ അവതരിപ്പിച്ചത്. വെണ്ണ തോൽക്കുമുടലോടെ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? എനിക്ക് പാടാനറിയില്ല, അതുകൊണ്ടാണ്. അത് വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണ തേച്ച എന്ന വയലാറിൻ്റെ പ്രയോഗമാണ്. സാമ്യമകന്ന ഒരു ഉദ്യാനമേ, ഇത് ഉണ്ണായി വാര്യരുടെ പ്രയോഗമാണ്. അപ്പം വലിയ വലിയ കവികളുടെ പ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ സിനിമാ പാട്ടിലൂടെ ആളുകൾ മനസ്സിലാക്കി രസിച്ചു.